നമസ്കാരം. SFI അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. വിദ്യാർത്ഥി സംഘടനയാണെന്നാണ് വയ്പ്. പക്ഷേ മെക്സിക്കോയിലെ അധോലോക സംഘങ്ങളെക്കാൾ വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ഈ SFI ക്രിമിനലുകൾ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിത്തരിച്ചിരുന്നതാണ്. അതോടുകൂടി ആ ഒരു സംഭവത്തോടുകൂടി ഇവന്മാർ നന്നാകും അല്ലെങ്കിൽ ഇവന്മാരെ നിയന്ത്രിക്കും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. നടന്നില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFI പ്രവർത്തകൻ കൂടിയായ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ ഇവന്മാർ സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം സംഘടനയിലുള്ള ഒരു വിദ്യാർത്ഥിയെ തന്നെ ഇവന്മാർ തല്ലിച്ചതച്ചു എന്നുള്ളതാണ്. അതിൽ നാലോ അഞ്ചോ പ്രതികളുണ്ട്. അതിലൊരു പ്രതി ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനാണ്. ഈ 4 പേർക്കെതിരെയും കന്റോൺമെൻറ്റ് പോലീസ് കേസെടുത്തു. പക്ഷേ പിടികൂടിയിട്ടില്ല. അവരെ കാരണമായി പറയുന്നത് അവരെ കാണാനില്ലെന്നോ അങ്ങനെ എന്തോ തോന്നുന്നു. അതേ അന്നത്തെ കേസിലെ 1-ാം പ്രതിയായ ആ കാട്ടാളൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്നലെ വീണ്ടും, അതായത് കഴിഞ്ഞ മാസം മർദ്ദനമേറ്റ ആ വിദ്യാർത്ഥിയുടെ സുഹൃത്തിനെ അബ്ദുള്ളയെ വീണ്ടും ആക്രമിച്ചു എന്നുള്ളതാണ്. രക്തദാനം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ രക്തദാനം ചെയ്തതാണ്, പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഇവനെ പ്രകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കൂട്ടിയിട്ട ഒരു സംഭവം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടിയിട്ടു മണിക്കൂറുകളോളം. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തെമ്മാടി കൂട്ടങ്ങൾ എത്രമാത്രം ഭീകരതയാണ് ഈ സമൂഹത്തിലും വിദ്യാർത്ഥി സമൂഹത്തിലും വിതയ്ക്കുന്നതെന്നും ഇവരൊക്കെ വളർന്നു വന്നാൽ എന്താണ് എത്രമാത്രം ഈ സമൂഹത്തിന് ഭീഷണിയായിരിക്കുമെന്നുള്ള കാര്യം കൂടി ചിന്തിക്കണം. കാരണം അത് യൂണിവേഴ്സിറ്റി കോളേജിലെ കഴിഞ്ഞ മാസം ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൻ്റെ പേരിൽ അയാൾ SFI കാരനാണ്. മർദ്ദിച്ചതിൻ്റെ പേരിൽ ഗത്യന്തരമില്ലാതെ അവിടുത്തെ യൂണിറ്റ് പിരിച്ചുവിട്ടു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ യൂണിറ്റ് പാർട്ടി പിരിച്ചുവിട്ടു. പക്ഷേ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി നേതാക്കളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വീണ്ടും അതായത് പാർട്ടിക്ക് പോലും നേതൃത്വത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എത്തി. കാരണം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒന്ന് ആലോചിക്കണം. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സഖാവ് PM ആർഷോ. അതെ, ഈ ചൂണ്ടാസറിന് വരം കൊടുത്തിട്ട് ശിവൻ കടന്ന് ഓടിയതറിയാമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെ അവസ്ഥ. SFI ഇങ്ങനെ തട്ടി പെരുക്കി അങ്ങ് വിട്ടു അവന്മാരെ. കാരണം കോളേജിൽ ക്യാമ്പസിൽ കുറേ പിള്ളേരെപ്പോഴും വേണമല്ലോ. ഇതിൻ്റെ ഒരു 50% കൊഴിഞ്ഞു പോയാലും 50%എങ്കിലും DYFIയിൽ വേണം. DYFIയിൽ വന്നിട്ടൊരു 10-20% കൊഴിഞ്ഞു പോയാലും 10-30% പാർട്ടിയിൽ വേണം. അപ്പോൾ ഈ കണക്കൂട്ടലാണ് അവർക്ക് SFIയിൽ ഇത്രയും ആൾ കൂട്ടാൻ. അപ്പോൾ SFIയിൽ ആൾ കൂട്ടണമെങ്കിൽ ഇത്തരം കുറേ വേലത്തരങ്ങൾ കാണിക്കുന്നവർക്ക് എല്ലാ ഒത്താശയും കൊടുത്ത് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്ത് ലഹരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞാൻ അതിന് പറയുന്നില്ല. എന്തായാലും നമ്മുടെ കാരണം കേരളത്തിൽ ഞാനത് പറയാൻ കാരണം കേരളത്തിൽ SFIയും DYFIയും കഴിഞ്ഞാൽ പിന്നെ യുവാക്കളുടെ മെമ്പർഷിപ്പ് വളരെ കുറച്ചാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ. ഇപ്പോൾ അത്രയധികം ഒരു ഭീമമായ മെമ്പർഷിപ്പ് 3 ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് DYFIക്ക് ഉണ്ടെന്നാണ്, 3 ലക്ഷം എത്ര ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ കണക്ക് എനിക്കത്ര അറിയില്ല. അപ്പോൾ ഇത്രയും അധികം മെമ്പർഷിപ്പുള്ള ഒരു പ്രസ്ഥാനം SFIയും DYFIയും നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ യുവാക്കളുടെ ഇടയിൽ അമിതമായിട്ട് ഈ ലഹരി പ്രവർത്തനം നടക്കുന്നതും വിൽപ്പന നടക്കുന്നതും ഉപയോഗം നടക്കുന്നതും. അപ്പോൾ ഇത് SFIക്കാരും ഉപയോഗിക്കാത്തത് കൊണ്ടാണോ, DYFIക്കാർ അപ്പോൾ ഇവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്? അപ്പോൾ അത് വേറെ കാര്യം. അത് എല്ലാ പാർട്ടിക്കാരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ SFIക്കാർ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ കുറ്റം പറയുന്നുള്ളൂ നിങ്ങൾ പറയും. പക്ഷേ ഞാൻ ഇതിനകത്ത് വേറൊരു ആംഗിൾ കാണുന്നുണ്ട് സുമേഷ്. അതായത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം കൂടെ ഈ SFIയുടെ സ്വഭാവത്തിനെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യമാണെന്ന് ചിലപ്പം SFIക്കാർക്കോ അല്ലെങ്കിൽ CPM-കാർക്കോ തോന്നുമായിരിക്കാം. നമ്മുടെ ഒരു പ്രിൻസിപ്പളിനെ ഒരു പയ്യൻ ചീത്ത വിളിച്ചതും കൊന്നുകളോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കുട്ടി കേൾക്കുന്ന മുദ്രാവാക്യം, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഞാൻ കേൾക്കുന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് പ്രിൻസിപ്പൾ ഞാൻ കോളേജിൽ വന്നപ്പം ഹലോ മിസ്റ്റർ പ്രിൻസിപ്പാൾ, നേരെ ചൊവ്വേ നടന്നോളൂ, നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ കാലും വെട്ടും തലയും വെട്ടും, പറയുന്നതാരെന്നറിയാമോ, ചോരച്ചാലുകൾ നീന്തിക്കറി. ഈ മുദ്രാവാക്യം ഞാൻ കോളേജിൽ വെച്ച് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 1960-70 കാലഘട്ടങ്ങളിൽ ഉയർന്ന ഒരു ആണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ കുട്ടിക്കാലത്ത് അത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പുതിയ തലമുറ പിള്ളേർ എങ്ങനെയാണ് പിന്നെ റോഡേ കേൾക്കുന്ന ഇതിൻ്റെ കൂടെ പിന്നിൽ നടന്ന് മുദ്രാവാക്യം വിളിച്ച് കൂടെ ഈ നേതാവ് വിളിക്കുന്നത് മുദ്രാവാക്യം വിളിച്ച് ആവേശത്തോടെ കൈയും വെട്ടും കാലും വെട്ടും ഒന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന കുട്ടി എങ്ങനെ നന്നാവാനാണ്? അപ്പോൾ ഇവൻ കേൾക്കുകയും ഒരുപക്ഷെ ഇവൻ ഇതിൻ്റെ പിന്നിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ നമുക്കറിയില്ല ഈ പയ്യൻ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അവൻ കേട്ട് വളരുന്ന അതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള ഈ മുദ്രാവാക്യം ഇന്നും മാറാതെ, അതായത് 1960 അന്ന് കമ്പ്യൂട്ടറില്ല, അന്ന് ഫോണില്ല, അന്ന് റേഡിയോ തന്നെ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരു അപരിഷ്കൃതം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്നത്തെ ആധുനിക ലോകമല്ല, അപരിഷ്കൃതം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇന്നത്തെ ആധുനിക ലോകമല്ല, അന്നത്തെ കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യം ഈ 2021 നൂറ്റാണ്ടിലും ഈ ആധുനിക കാലത്തും നമ്മൾ ആ മുദ്രാവാക്യമാണ് ഈ പാർട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുമ്പോൾ ഈ പാർട്ടി മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ പാർട്ടിയുടെ ശൈലി മാറിയിട്ടില്ല എന്നാണ് മാറേണ്ടത്. ഈ വിദ്യാർത്ഥി സംഘടനയുടെ ശൈലി മാറിയിട്ടില്ല, ഈ വിദ്യാർത്ഥി സംഘടനയുടെ സ്വഭാവം മാറിയിട്ടില്ല, മുദ്രാവാക്യം മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിള്ളേർ മാറില്ല. പിള്ളേർ കേട്ട് അതിനൊരു കാര്യമുണ്ട്. കാരണം അന്ന് ഈ മുദ്രാവാക്യം വിളിച്ചവന്മാരാണല്ലോ പിന്നീട് പാർട്ടിയിലേക്ക് വന്നതും പ്രാദേശിക നേതാക്കളായതും ഒക്കെ മന്ത്രിമാരൊക്കെ. ഇവന്മാര് തന്നെ അടുത്ത് വരുന്ന പാർട്ടി ക്ലാസ്സുകൾ എടുക്കും. അപ്പൊ ഇവന്മാർ ഇതാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അത് തിരിഞ്ഞ് കറങ്ങി റൊട്ടേറ്റ് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന പ്രിൻസിപ്പളിനെ പിന്നെ കൊന്നുകളയെന്ന് പറയുന്ന ഒരു പയ്യനെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്നാണ്. കാരണം ഇവൻ ഇത് കേട്ടാണ് വളർന്നു വരുന്നത്, ഇവനെ ഇതാണ് പഠിപ്പിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാർ മുഴുവനും ഈ നാട്ടിൽ ഇപ്പൊ ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല, വേറെ ചില തീവ്രവാദി രാഷ്ട്രീയക്കാരും ഇതേ മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. ഇതിനേക്കാളും അപ്പുറം കുന്തിരോ എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ടോണ്ട് വരികയാണ്. ഇത് കേട്ട് വളരുന്ന ഇളം തലമുറ എങ്ങനെ ആകണം? പ്രിൻസിപ്പളിനെ ഇപ്പൊ കൊല്ലുമെന്നല്ലേ പറഞ്ഞോളൂ, കൊല്ലുന്ന തലമുറയായിട്ട് മാറേണ്ടി വരും. കാരണം അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ABVP, KSU മറ്റേ അതൊക്കെ ഉണ്ടല്ലോ. ആ വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്നും തന്നെ കുട്ടികൾ ഇത്ര കുഴപ്പക്കാരല്ല. പക്ഷേ ഈ തെമ്മാടി കൂട്ടങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ സമയത്താണ് ഇവിടെ PSC ചോദ്യപേപ്പർ വിഷയം ഉണ്ടാകുന്നത്. അന്ന് നസീം അവൻ പിന്നെ കത്തിക്കുത്ത് കേസിലെ പ്രതിയായി. സ്വന്തം തന്നെ അത് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ ആ സമയത്താണ്. പക്ഷെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവന്മാരെ കൃത്യമായിട്ട് സംരക്ഷിച്ചേനെ. കാരണം ഇതൊരു അങ്കലാപ്പ്. കാരണം ഗ്രഹണി പിള്ളേരൊക്കെ ചക്കം കൂട്ടാകേണ്ടതായിപ്പോയി. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ ക്ലിഫ് ഹൗസ് മറ്റേത് മറിച്ചത് പാർട്ടി ഓഫീസിലെ പിന്നെ എന്താണ് AKG സെന്ററിൽ ജീവിച്ച പിണറായി വിജയൻ ഇതിലോട്ട് വന്ന് സെക്രട്ടറിയെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ആ ഒരു സമയം ആയതുകൊണ്ട് ഇവന്മാർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ എവിടെ വന്നു നസീം എന്ന് പറയുന്നവൻ, ഒരുത്തൻ പ്രണവ്, പിന്നെ ശിവരഞ്ജിത്ത് അല്ലേ, അങ്ങനെയാണ് തോന്നുന്നു അവരെ പേര്. അപ്പോൾ ഈ നസീം പിന്നീട് ഒരു കത്തിക്കുത്ത് കേസിലെ പ്രതിയായി. അതിനുശേഷവും അവനാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റൽ ഭരിച്ചിരുന്നതെന്നാണ് പറയുന്നത്, കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ. അതിനുശേഷം പോലീസിനെ വഴിയിൽ വെച്ച് വരട്ടി. അതായത് 3 പേര് വന്നപ്പോൾ ഇവന്മാർ 3 പേര് വൈകുന്നേരം സമയത്ത് പാളയത്ത് കൂടി ബൈക്കിൽ വന്നപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞപ്പോൾ അവിടെ ഇട്ട് പോലീസിനെ അടിച്ചു. മനസ്സിലായി? അവിടെ ഇട്ട് പോലീസിനെ അടിച്ചു എന്നുള്ളതാണ് ഇവന്മാർ. അതായത് അത്രയ്ക്ക് പേപ്പട്ടികൾക്ക് സമം ആയിട്ടുള്ളവന്മാരാണ് അവന്മാർ. അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി കിളിമാനൂരിന്നോ മറ്റോ പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. ആ കുട്ടി എത്രയോ കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താണ് അവളിവിടെ വരുന്നത് പഠിക്കാൻ. ആ കുട്ടി വരുമ്പോൾ ആ കുട്ടിയെ സമരത്തിന് ഇറങ്ങാൻ വേണ്ടി നിർബന്ധിച്ച് വിളിച്ചിറക്കും. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇത്രയും യാത്ര ചെയ്ത് വരുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ പാതിരാത്രിയാവും, സന്ധ്യ സമയത്തോളം ആവും. ആ കുട്ടി അത്രയ്ക്ക് ടയർഡാണ്. അങ്ങനെയുള്ള സമയത്തും ആ കുട്ടി ഇവന്മാർ വെറുതെ വിട്ടില്ല. ഒടുവിൽ ആ കുട്ടി പഠനം അവസാനിപ്പിച്ചു. ശ്രീകല എന്നോ മറ്റോ ആണെന്നാണ് എൻ്റെ പഠിത്തം മതിയാക്കിയത്. ആ കുട്ടി പഠനം അവസാനിപ്പിച്ചു. അല്ല, അത് ഒരു കുട്ടിയല്ല കേട്ടോ, ഒരുപാട് പേര്. ഇത് പുറത്ത് കോളേജിൽ നിന്നും ഇതിന്റെ ഭാഗമായിട്ട് ഈ സംഘടനാ വർക്കിൽ ഇറങ്ങാത്തത് കൊണ്ട് സഹിക്കാൻ വയ്യാതെ പീഡനം അനുഭവിച്ച് പഠിത്തം മതിയാക്കി പോയ ധാരാളം പേര്, ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വിജയലക്ഷ്മി ടീച്ചർ ഈ AR റഹീം ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു വെച്ച് ആ ടീച്ചറെ അവസാനം എന്തെല്ലാം മകൻ്റെ പ്രായമുള്ള ചെറുക്കന്മാർ പോലും അവരുടെ അടുത്ത് പറഞ്ഞെന്താണെന്ന് DNA ന്യൂസിനെ ഈ വിജയലക്ഷ്മി ടീച്ചർ അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പറയാൻ നാവ് പൊങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ അവരെ തടഞ്ഞു വയ്ക്കുകയും സേഫ്റ്റി പിൻ കൊണ്ട് കുത്തുകയും തലമുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്ത് പെൺകുട്ടികളാണെന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 10ഉം 20ഉം വയസ്സായ SFIയിലുള്ള പെൺകുട്ടികളാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് അവരെ. അവസാനം ആ ടീച്ചർ ഇപ്പോൾ ലീവ് എടുത്തിട്ട് അവർ യുഎസിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ് ടീച്ചർ. കേരളം വിട്ടാലേ രക്ഷയുള്ളൂ. അതിനുശേഷം നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കേസ് വന്നു. മൃഗീയമായി ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ 3 ദിവസം ഉടുതുണി പോലും ഇല്ലാതെ, കുടിവെള്ളം പോലും കൊടുക്കാതെ കൊല്ലാൻ കാട്ടാളന്മാർക്കല്ലാതെ വേറെ ആർക്കാണ് വേണ്ടത്? കാട്ടാളന്മാർക്ക് പോലും കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ ലോകത്തിലെ ഏറ്റവും അപകടകാരി മനുഷ്യനാണ്. എന്താണെന്നറിയാമോ?
ഈ വന്യമൃഗങ്ങൾ അതിന് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അത് ആരെ ആക്രമിക്കില്ല, സഹജീവികളെ ആക്രമിക്കില്ല, അതിനും ശക്തി കുറഞ്ഞ ജീവികളെ അത് ആക്രമിക്കില്ല. പക്ഷെ മനുഷ്യന് അങ്ങനെയാണോ? മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, കാരണം മൃഗങ്ങൾ പോലും കാണിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ സിദ്ധാർത്ഥൻ്റെ കേസിലേക്ക് കാണിച്ചത്. അതിനുശേഷം ഈ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചു. അതായത് ആ കാല് പോളിയോ വന്ന് തളർന്നു പോയ കാലിനെ ചവിട്ടി തള്ളിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞ ചേട്ടാ, എൻ്റെ വീട്ടിലുള്ള ഒരു കൊച്ചങ്ങാനമായിരുന്നെങ്കിൽ ഞാൻ ഈ ചവിട്ടിയവൻ്റെ കാല് വെട്ടിയെടുത്തേനെ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ നടക്കും. പറയാൻ പറ്റുമെന്നല്ല നിങ്ങൾ എങ്ങനെ നമുക്കൊക്കെ സംവിധാനമുള്ള ഒരു രാജ്യം ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റാം. നമ്മൾ ചെയ്താൽ നമ്മളെ കുറ്റക്കാരാവും, നമ്മളെ അകത്താവുള്ളൂ. അല്ല, അകത്താകുന്നത് രണ്ടാമത്തെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. അകത്താകുന്നത് രണ്ടാമത്തെ കാര്യം. ഒരു ഭിന്നശേഷിക്കാരനെ ചവിട്ടി തള്ളിയിട്ട് ആ കാലിൽ കയറി നിൽക്കുന്നു എന്ന് പറയും. നമ്മൾ തന്നെ ഒരാളെ ഈ അംഗവൈകല്യമുള്ളവരെ കാണുമ്പോൾ എന്തോ സഹതാപത്തോ നെഞ്ചിലൊരു വിങ്ങലാണ്. നമുക്ക് നടന്നു പോകാനുള്ള വെട്ടിവെട്ടാങ്കിലും ബൈക്കിൽ പോയ 2 പയ്യന്മാരെ പിന്നെ കൃപേഷിനെയും വെച്ചോ ഒക്കെ എടുത്തിട്ട് വെട്ടിയിട്ട് കൊന്ന്, അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തോന്നു ഒരു പിണറായി സാർ പറഞ്ഞായിട്ടില്ലേ, എന്താണ് കൊടിസുനി പെരുമാറ്റം നല്ലതായിരുന്നു ജയിലിൽ, അതുകൊണ്ടാണ് പരോൾ കൊടുത്തതെന്ന്. കൊടിസുനി അവിടെ ജയിലിൽ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അവിടെ ജയിലിനകത്ത് കിടന്നിട്ടും ഇയാളൊക്കെ ഒരു മുഖ്യമന്ത്രിയായി ബോച്ചയെ സാറെന്നാകണ്ട വിളിച്ചതിനാണ് 2 പേരെ സസ്പെൻഡ് ചെയ്തത്. ഇയാളൊക്കെ ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഗതികേടെ, ഇയാളെ പോലെയുള്ള ഒരുത്തൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ ഗതികേടെ സത്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ ചേട്ടാ? അത് മനുഷ്യത്വം വല്ലതും ഉണ്ടോ? എന്തൊക്കെയാണിത് ഈ നാട്ടിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിമാർ എത്രയോ പേരുണ്ടായിരുന്നു. അച്യുതാനന്ദൻ സഖാവ്, EK നായനാർ, AK ആന്റണി, ഉമ്മൻചാണ്ടി സാറ്, R ശങ്കർ, അവരൊക്കെ അത്രയും മഹാന്മാർ ഇരുന്ന ഒരു കസേരയിലാണ് ഇയാൾ കയറി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആ മഹാന്മാരോട് ചെയ്യുന്ന ഏറ്റവും നിന്ദ്യമായൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാലഘട്ടം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്ന് വരും, അതാണ് സംഭവിക്കുന്നത്. പിന്നെ പോട്ടെ, ഇനി കൂടുതലൊന്നും പറയല്ല. പറഞ്ഞു വന്നത് ഈ SFI തെമ്മാടികളെ കുറിച്ചാണ്. ഈ പറയുന്ന ഇത് ഒരുപാട് കാലമൊന്നും ഇതിന് മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയൊന്നുമില്ല. കാരണം ജനങ്ങൾ അത്രയധികം സഹികെട്ടിരിക്കുകയാണ്. യുവന്മാരെ കൊണ്ട്, ഈ തെമ്മാടികളെ കൊണ്ട് ജനങ്ങൾ സഹികെട്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ രോഷം പിടിച്ച് നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം CPM-നും DYFI-ക്കും SFI-ക്കും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ തെമ്മാടി കൂട്ടങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. എന്തായിരുന്നാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് ഭസ്മാസുരന് വരം കിട്ടിയാലുള്ള ഒരു കഥ. അതുപോലെ തന്നെയാണ് ഇവിടെ ചിലർക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് എന്ന് കൂടി പറയാതെ വയ്യ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.